കുറച്ച് ഒരു നിലപാടിൽ എത്തിയിട്ടുണ്ട്. ഡിഫൻസിനുള്ള മരുന്ന് നമ്മുടെ കയ്യിലില്ല. പിന്നെ നമുക്ക് ഉള്ള ഒരു വഴി എന്താ വെച്ചാൽ നമ്മൾ തിരിച്ച് അങ്ങോട്ട് ചില ഗോൾ അടിക്കുക, അങ്ങനെ ഒഫൻഡ് ചെയ്തിട്ട് നമ്മളൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ നോക്കുക എന്നാണ്. അങ്ങോട്ട് ഗോൾ അടിക്കാൻ വേണ്ടി കണ്ടെത്തിയിട്ടുള്ള മാർഗ്ഗങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അതായത് മുസ്ലിങ്ങൾ ഒഫൻസീവ് ആകുന്നു, അതുപോലെ തന്നെ അറ്റാക്കിംഗ് മോഡിലേക്ക് വരുന്നു, ഞങ്ങളോട് ചോദ്യം ചോദിക്കുന്നു, ഞങ്ങളുടെ അടിസ്ഥാനത്തെപ്പറ്റി ചോദ്യം ചോദിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനെക്കുറിച്ച് വളരെ കൃത്യമായി മാഷി തന്നെ ഒന്ന് ആലോചിച്ചു, ഇത് കേൾക്കുന്ന ഓരോരുത്തരും ആലോചിച്ചു. അവിടെ രണ്ട് ആശയങ്ങൾ തമ്മിലാണ് വിയോജിപ്പ് എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് ഇസ്ലാമുണ്ട്, മറുഭാഗത്ത് സ്വതന്ത്ര ചിന്താന്നോ യുക്തിവാദമെന്നോ നാസ്തികതാന്നോ നിരീശ്വരവാദമെന്നോ നിങ്ങൾ എന്താണോ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അങ്ങനെ ഒരു ആശയം മറുഭാഗത്തുമുണ്ട്. ഈ രണ്ട് ആശയങ്ങൾ തമ്മിലാണ് ഇവിടെ സംഘട്ടനം. അപ്പോൾ സ്വാഭാവികമാണ് ഈ രണ്ട് ഭാഗത്തുള്ള ആളുകളും അവരുടെ ആശയത്തെ ഡിഫെൻഡ് ചെയ്യാനും നോക്കും, മറുഭാഗത്തെ അറ്റാക്ക് ചെയ്യാനും നോക്കും. ഇത് സ്വാഭാവികമല്ലേ? അത് സ്വാഭാവികം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഫുട്ബോൾ മാച്ച്, രണ്ട് ടീമുകൾ തമ്മിലാണ് ഫുട്ബോൾ മാച്ച് എങ്കിൽ ആ രണ്ട് ടീമും ഒരു ഭാഗം തങ്ങളുടെ ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ, തങ്ങളുടെ ടീമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഡിഫെൻഡ് ചെയ്യാൻ കുറച്ച് ആളുകളുണ്ടാവും. അതുപോലെ തന്നെ മറു ടീമിനെ അറ്റാക്ക് ചെയ്യാൻ പിന്നെ ഫോർവേഡ് ആയിക്കൊണ്ട് കുറച്ച് ആളുകളുണ്ടാവും. ഇതെല്ലാം അത് ഏതെങ്കിലും ടീം പറയണം നിങ്ങളുടെ ടീമിൽ അറ്റാക്കിംഗ് പറ്റൂല, ഞങ്ങൾ അറ്റാക്ക് ചെയ്യും, നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. അതൊരിക്കലും സാധ്യമല്ല. രണ്ട് ആശയങ്ങൾ തമ്മിലാണ് പോരാട്ടമെങ്കിൽ, രണ്ട് ആശയങ്ങൾ തമ്മിലാണ് സംഘട്ടനം എങ്കിൽ സ്വാഭാവികമാണ് മറുഭാഗത്തിന്റെ ആശയങ്ങളുടെ പ്രശ്നങ്ങളും അതിനോടുള്ള വിമർശനങ്ങളും എല്ലാം പറയും. അതേപോലെ തന്നെ തങ്ങൾക്ക് നേരെ വരുന്ന വിമർശനങ്ങൾക്ക് മറുപടിയും പറയും. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിക്കൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ പറയുക ഞങ്ങൾ ഇതിന് റെഡിയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയാമോ, ഈ മുസ്ലിങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ ഇസ്ലാമിന് നേരെ വരുന്ന വിമർശനങ്ങൾ അതിനെ കാലാകാലങ്ങളായി മുസ്ലിങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെ. ഏത് പറഞ്ഞോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാ ഇസ്ലാമിന് നേരെ വരുന്ന എല്ലാ വിമർശനങ്ങൾക്കും കൃത്യമായി അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. എല്ലാം നിങ്ങൾ ഉദ്ധരിക്കുന്ന എല്ലാ വിമർശനങ്ങൾക്കും ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ മറുഭാഗത്ത് ഏതാണോ ആശയമുള്ളത്, ഇപ്പോൾ സ്വതന്ത്ര ചിന്തയാണോ എങ്കിൽ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആരോപിക്കുന്ന നിങ്ങൾക്ക് ഇത് ധാർമ്മികമാണോ അധാർമികമാണോ എന്ന് നിശ്ചയിക്കാൻ എന്താണ് മാനദണ്ഡമുള്ളത്? ഞങ്ങളുടെ ദൈവവിശ്വാസത്തെ, ഞങ്ങളുടെ പടച്ചവനുള്ള വിശ്വാസത്തെ കളിയാക്കുന്ന അത് യുക്തിപരമല്ല എന്ന് പറയുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവനിഷേധം യുക്തിപരമായി തെളിയിക്കാൻ സാധ്യമാണോ എന്നൊക്കെയുള്ള തിരിച്ചുള്ള ചോദ്യവും സ്വാഭാവികമാണ്. പക്ഷേ ഇവർക്ക് അതിപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. തിരിച്ച് ഞങ്ങളോട് ചോദ്യം ചോദിക്കാൻ പാടില്ല, സ്വതന്ത്ര ചിന്തയെക്കുറിച്ച് നിരീശ്വരവാദത്തെക്കുറിച്ച് മിണ്ടാൻ പാടില്ല, ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് ചോദ്യം ചോദിക്കും, അതിന് മറുപടി പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം ഇത്രയും കാലം അവർക്ക് സാധിച്ചിരുന്നു. കാരണം ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ആയതുകൊണ്ട് ഒരു വൺ വേ ആയിട്ടുള്ള ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് സാധ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സാധിക്കുന്നില്ല. കാരണം ക്ലബ് ഹൗസ് ഒക്കെ വന്നതോടുകൂടി കുറച്ചുകൂടി പിന്നെ സംവാദാത്മകമായി കാര്യങ്ങൾ പോയതോടുകൂടി തിരിച്ച് അങ്ങോട്ടും ചോദ്യങ്ങൾ വന്നതോടുകൂടി ഇപ്പോൾ ഞങ്ങളോട് ചോദ്യം ചോദിക്കുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് കൃത്യമായ ഒരു ആദർശമുണ്ടെങ്കിൽ, കൃത്യമായ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ, സ്വതന്ത്ര ചിന്തയെന്നോ നിരീശ്വരവാദമെന്നോ എന്തായിക്കോട്ടെ അതിന് നിങ്ങൾക്ക് കൃത്യമായ അടിസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ പറയണം ഞങ്ങൾക്ക് ഒരു അടിസ്ഥാനവും ഇല്ല, ഞങ്ങളുടെ ആശയങ്ങൾക്ക് ഒരു അടിസ്ഥാനമില്ല, നിങ്ങളുടെ തെറ്റാണെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ എന്ന് നിങ്ങൾ സമ്മതിക്കണം. അത് സമ്മതിച്ചാൽ നമ്മൾ ഓക്കെ ഇസ്ലാം വിമർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അത് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഏജബർ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഡിഫൻസ് പൂർണ്ണമായും ഒഴിവാക്കിയാൽ അത് നിങ്ങളുടെ പൂതി മാത്രമാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വളരെ കൃത്യമായിക്കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നതിൽ കൃത്യമായ ബോധ്യമുണ്ട്. അതിൽ ഒരു മാനവിക വിരുദ്ധമായി ഒന്നുമില്ല എന്നും അതുപോലെ തന്നെ മനുഷ്യത്വ വിരുദ്ധമായി ഒന്നുമില്ല എന്നും വളരെ കൃത്യമായിക്കൊണ്ട് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നേരെ വരുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയാനും ഞങ്ങൾക്ക് പറ്റും, നിങ്ങളുടെ ആശയം തെറ്റാണെന്ന് സ്ഥാപിക്കാനും ഞങ്ങൾക്ക് പറ്റും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആശയം ശരിയാണ്, നിങ്ങളുടെ അടിസ്ഥാനങ്ങൾ ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. നിങ്ങൾക്ക് ആകെ പറ്റുന്നത് നിങ്ങളുടെ അത് തെറ്റല്ലേ, ആയിഷ ബീവിയുടെ വിവാഹം തെറ്റല്ലേ, പിന്നെ അതുപോലെ തന്നെ അടിമത്തം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്ന അബദ്ധങ്ങളില്ലേ എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾക്ക് പറ്റുന്നത്. അത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് പൂർണ്ണമായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏജബർ പറയുന്ന ഡിഫൻസ് പൂർണ്ണമായി ഡിഫൻസ് ഒഴിവാക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവസാനമായി ക്ലബ് ഹൗസിൽ അവസാനം നടത്തിയ 2 പ്രോഗ്രാമുകൾ ടൈറ്റിൽ മാത്രം നോക്കിയാൽ മതി. അതിപ്പോൾ യൂട്യൂബിൽ പൂർണ്ണമായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അടിമത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് വിമർശകരെ സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തിയ പരിപാടിയാണ് ഒരു പരിപാടി. അതിനുശേഷം ഞങ്ങൾ നടത്തിയത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അതിലുള്ള മാതൃക, അത് എന്നേക്കുമുള്ള മാതൃകയാണ് എന്ന വിഷയത്തിൽ വിമർശകർക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പരിപാടി നടത്തിയത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആശയത്തിന് നേരെ വരുന്ന, ഞങ്ങളുടെ ആദർശത്തിന് നേരെ വരുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയാനും ഞങ്ങൾ റെഡിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആശയം തെറ്റാണ്, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല, അത് വെച്ച് ഓരോരുത്തർക്കും തോന്നിയതുപോലെ തോന്നിയാസികളായി ജീവിക്കാന്നല്ലാതെ അതിനൊരു അടിസ്ഥാനവും ഇല്ല എന്ന് സ്ഥാപിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്.